നമുക്കിന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കാം. ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതിനായിട്ട് ഞാൻ ഇവിടേക്ക് എടുക്കുന്നത് 2 കപ്പ് വെള്ള അവിലാണ്. മട്ട അവിലും ചെയ്യാം. ഈ വെള്ള അവിൽ എടുത്തതിന് ശേഷം അതിന് നന്നായി വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി ഒരു സെക്കൻഡ് അത്രേ ആവശ്യമുള്ളൂ. നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഉതിർത്തെടുത്ത് അടച്ചു വയ്ക്കുക. പിന്നെ എല്ലാം സാധാരണ പോലെ നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയാലുടനെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് നമുക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് ബദാം, പംകിൻ സീഡ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കാം. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ഏത് തരം നട്ട്സും നമുക്ക് ചേർക്കാം. പിന്നെ എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് പാകത്തിന് ഉപ്പിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് തീ നന്നായി സിമ്മിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കുക. എല്ലാം കൂടെ നമുക്ക് ആകെ ഒരു 5-6 മിനിറ്റിനകത്തേക്ക് നമുക്ക് ഈ ഫുഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്ര സമയം ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആവലെടുത്ത് ഇതിലേക്കിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 30 സെക്കൻഡ് അത് കഴിഞ്ഞതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് അത് ലാസ്റ്റായിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അതും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം നമുക്ക് ഉപയോഗിക്കാം.